ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവം ഏപ്രിൽ 2, 2025 മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടിയേറി. എന്തായാലും കൊടിയേറ്റത്തോടനുബന്ധിച്ച ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പൈങ്കുനി ഉത്സവത്തിനോടനുബന്ധിച്ച് ഏറ്റവും കൗതുകം ഉളവാക്കുന്നൊരു കാഴ്ചയാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിച്ചിട്ടുള്ള പഞ്ചപാണ്ഡവരുടെ വലിയ രൂപങ്ങൾ. പാണ്ഡവരിൽ ജ്യേഷ്ഠനായ ധർമ്മപുത്രർ ഇരിക്കുന്ന രീതിയിലും ബാക്കിയുള്ളവർ നിൽക്കുന്ന രീതിയിലുമാണ് ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവരിൽ ഏറ്റവും ഉയരം കൂടുതൽ ഭീമസേനനാണ്. 40 അടിയാണ് ഉയരം. ഭീമസേനന്റെ കൈക്ക് മാത്രം 150 കിലോഗ്രാം ഭാരമുണ്ട് എന്നാണ് പറയുന്നത്. 1992 വരെ തേമ്പാവ്, തേക്ക്, ഈട്ടി എന്നീ തടികളിലുള്ള ശില്പങ്ങളായിരുന്നു. അവയ്ക്ക് കേടുപാട് വന്നതോടുകൂടി ഫൈബറിലേക്ക് മാറ്റുകയായിരുന്നു. ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലത്താണ് ഈ ശില്പങ്ങൾ സ്ഥാപിച്ചു തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. പാണ്ഡവരുടെ ഈ വലിയ ആൾരൂപങ്ങൾ കണ്ടപ്പോൾ എനിക്കും വലിയ അതിശയമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പാണ്ഡവരുടെ രൂപങ്ങൾ ഇങ്ങനെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ച് സ്ഥാപിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചു. പ്രധാനമായിട്ടും 2 ഐതിഹ്യങ്ങളാണ് പറയുന്നത്. വനവാസത്തിന് ശേഷമുള്ള ഒരു വർഷത്തെ അജ്ഞാതവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു എന്നും പാണ്ഡവരുടെ ഈ സന്ദർശനത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് അവരുടെ രൂപങ്ങൾ സ്ഥാപിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം. എന്നാൽ മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ഒരിക്കൽ തിരുവിതാംകൂറിലുണ്ടായ വലിയൊരു വരൾച്ചയോടനുബന്ധിച്ച് മഴ പെയ്യിക്കുന്നതിനു വേണ്ടി ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തണം. അതിനായി യാഗം നടത്തുകയും ഇന്ദ്രപ്രീതിക്കായി പഞ്ചപാണ്ഡവരുടെ ആൾരൂപങ്ങൾ അമ്പലത്തിനു മുന്നിൽ സ്ഥാപിക്കുകയും ചെയ്തു. അവസാനം സ്ഥാപിച്ച ഭീമസേനന്റെ രൂപം പൂർത്തിയായതോടെ വലിയ മഴ പെയ്യുകയും ദേവേന്ദ്രൻ പ്രീതിപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. എന്തായാലും ഉത്സവത്തോടനുബന്ധിച്ച് ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. വേലകളി, പള്ളിവേട്ട, ആറാട്ട് തുടങ്ങിയ ഒരുപാട്. അതിനെക്കുറിച്ചെല്ലാം ഉള്ള വീഡിയോ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.